നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. മാനന്തവാടി രൂപതയിൽ തന്നെ ഏറ്റവും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടവക. സാംസ്കാരികവും സാമൂഹികവുമായ ചുറ്റുപാടിൽ ഗ്രാമത്തിൻ്റെ വിശുദ്ധി കൈവിടാതെ മുന്നോട്ട് ഗമിക്കുമ്പോൾ ആത്മീയതയുടെ അകക്കാമ്പ് അൽഫോൻസാമ്മയുടെ അനുഗ്രഹമാണെന്ന് ഈ ഇടവക തിരിച്ചറിയുന്നു. ക്രിസ്തുവിൻ്റെ വചനവഴിത്താരകളിൽ ഏകതയോടെ ആത്മീയ മൂല്യങ്ങൾ പകുത്തെടുക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നേതൃത്വം ഏറ്റെടുത്ത് ഈ ഇടവകയെ നയിച്ചുകൊണ്ട് ജെയ്സച്ചൻ ഇവർക്ക് മുന്നേ ഗമിക്കുന്നു. ക്രിസ്തുവിൻ മൂല്യങ്ങളിലുണരുവാൻ, സൽക്കുടുംബങ്ങൾക്കു രൂപമേകുവാൻ, ക്രിസ്തുവിൻ മൂല്യങ്ങളിലുണരുവാൻ, സൽക്കുടുംബങ്ങൾക്കു രൂപമേകുവാൻ, മാതാക്കളിൽ നേതൃത്വശേഷി നൽകുവാൻ ഒന്നു ചേർന്നുണർന്നിടുന്ന സ്നേഹവേദി, സീറോ മലബാർ മാതൃവേദി, സീറോ മലബാർ മാതൃവേദി, സീറോ മലബാർ മാതൃവേദി, സീറോ മലബാർ മാതൃവേദി, സീറോ മലബാർ മാതൃവേദി. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി എന്ന മുദ്രാവാക്യവുമായി മാതൃവേദി മുന്നോട്ടു പോകുന്നു. വാളേരി ഒരു സ്വതന്ത്ര ഇടവക ആകുന്നതിന് മുമ്പ് തന്നെ മറ്റു സംഘടനകളോടൊപ്പം മാതൃവേദി പ്രവർത്തനം ആരംഭിച്ചു. ഇടവകയിലെ സാമൂഹിക ആധ്യാത്മിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃവേദി സജീവ സാന്നിധ്യമായി. ഇതുവരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഇടവക ജനങ്ങളെയും പ്രത്യേകമായി ഞങ്ങളുടെ വികാരിയച്ഛനായ ബഹുമാനപ്പെട്ട ജെയ്സ് പൂതക്കുഴി അച്ഛനെയും അനുസ്മരിക്കുന്നു. വാളേരി ഇടവകയിലെ ഉന്നമനത്തിനായി എല്ലാ മാതൃവേദി അമ്മമാരും ശ്രദ്ധിക്കാറുണ്ട്. ഇടവകയിലെ സാമൂഹിക പ്രശ്നങ്ങളിൽ അമ്മമാർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുത്തു. എല്ലാ ആഴ്ചയും പള്ളി പരിസരം വൃത്തിയാക്കുന്നതിനും ദേവാലയം അലങ്കരിക്കുന്നതിനും അമ്മമാർ നേതൃത്വം നൽകുന്നു. മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച മാതൃവേദിയുടെ ആരാധനയും കൊന്തയും നടത്തിവരുന്നു. 8 നോയമ്പിനോടനുബന്ധിച്ച് ചെയിൻ റോസറിയും നടത്തുകയും വിശുദ്ധ കുർബാനയിലും കാഴ്ച സമർപ്പണത്തിലും സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. മാസത്തിലെ ആദ്യ ആഴ്ചയിൽ വൈദികർക്ക് വേണ്ടി അമ്മമാർ പ്രാർത്ഥിക്കുന്നു. എല്ലാ മാസവും പിടിയരി ശേഖരിക്കുകയും മാനന്തവാടി ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. അതുപോലെ എല്ലാ മാസവും വാർഡ് അടിസ്ഥാനത്തിൽ സമരിറ്റൻ ഭവൻ സന്ദർശിക്കുകയും അവിടുത്തെ രോഗികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. മാനന്തവാടി രൂപതയുടെ കീഴിലുള്ള കുഞ്ഞോം, ശാന്തിനിലയം ബാലഭവൻ, സമരിറ്റൻ ഭവൻ, കാട്ടിമൂല വൃദ്ധസദനം എന്നിവിടങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എൻ്റെ എളിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്രിസ്തുമസ്, ഈസ്റ്റർ ദിനങ്ങളിൽ പേരാവൂരിലെ മരിയാഭവനിൽ അന്തോവാസികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിനായി യുവജനങ്ങളോട് ചേർന്ന് അമ്മമാരും പ്രവർത്തിക്കുന്നു. മേഖലാ രൂപതാ തലത്തിൽ നടത്തിയ കലാസാഹിത്യ മത്സരത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ വാളേരി യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട്.
ആകാശപ്പറവകളെ കർത്താവിനരുമകളെ ഒരുന്നോ പൊൻകതിർ കൊയ്യാൻ പാടത്ത് പാട്ടായേ ചേരുന്നോ ചേലാണെ കാണാൻ പാടത്ത് കൊയ്ത്തായേ ആകാശപ്പറവകളെ കർത്താവിനരുമകളെ ഒരുന്നോ പൊൻകതിർ കൊയ്യാൻ പാടത്ത് പാട്ടായേ ചേരുന്നോ ചേലാണെ കാണാൻ പാടത്ത് കൊയ്ത്തായേ അന്നമൊരുക്കണതാരാണ് അന്തിയുറങ്ങണതെങ്ങാണ് അന്നമൊരുക്കണതാരാണ് അന്തിയുറങ്ങണതെങ്ങാണ് വിതയ്ക്കുന്നില്ല കൊയ്യുന്നുമില്ല എങ്കിലും നിങ്ങളെ പോറ്റുന്നു തമ്പുരാനല്ലലില്ലാതെ എന്നും ആകാശപ്പറവകളെ കർത്താവിനരുമകളെ ഒരുന്നോ പൊൻകതിർ കൊയ്യാൻ പാടത്ത് പാട്ടായേ ചേരുന്നോ ചേലാണെ കാണാൻ പാടത്ത് കൊയ്ത്തായേ നാളെ വാടും നിശ്ചയം നീയും തീയിലായാൽ ചാരമേ നീയും പൂവേ വയൽ പൂവേ വെയിൽ കായും മോഹനപ്പൂവേ നാളെ വാടും നിശ്ചയം നീയും തീയിലായാൽ ചാരമേ നീയും സോളമനെക്കാളേറെ ശോഭിതമാണെന്നാലും എല്ലാം വീഴും താനേ മായും ദൈവം താൻ വാഴും സോളമനെക്കാളേറെ ശോഭിതമാണെന്നാലും എല്ലാം വീഴും താനേ മായും ദൈവം താൻ വാഴും ആകാശപ്പറവകളെ കർത്താവിനരുമകളെ ഒരുന്നോ പൊൻകതിർ കൊയ്യാൻ പാടത്ത് പാട്ടായേ ചേരുന്നോ ചേലാണെ കാണാൻ പാടത്ത് കൊയ്ത്തായേ വരുമോരോ നാളുകൾ താനേ തരുമെല്ലാം തമ്പുരാൻ താനേ ആദി കൂടാതിങ്ങനെ വാഴാം ദൈവമല്ലോ ആശ്രയം ഭൂവിൽ വരുമോരോ നാളുകൾ താനേ തരുമെല്ലാം തമ്പുരാൻ താനേ ആദി കൂടാതിങ്ങനെ വാഴാം ദൈവമല്ലോ ആശ്രയം ഭൂവിൽ നാളുകളെ ഓർത്താരും ആകുലരായി തീരല്ലേ അന്വേഷിക്കൂ ആദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം നാളുകളെ ഓർത്താരും ആകുലരായി തീരല്ലേ അന്വേഷിക്കൂ ആദ്യം നിങ്ങൾ ദൈവത്തിൻ രാജ്യം ആകാശപ്പറവകളെ കർത്താവിനരുമകളെ ഒരുന്നോ പൊൻകതിർ കൊയ്യാൻ പാടത്ത് പാട്ടായേ ചേരുന്നോ ചേലാണെ കാണാൻ പാടത്ത് കൊയ്ത്തായേ അന്നമൊരുക്കണതാരാണ് അന്തിയുറങ്ങണതെങ്ങാണ് അന്നമൊരുക്കണതാരാണ് അന്തിയുറങ്ങണതെങ്ങാണ് വിതയ്ക്കുന്നില്ല കൊയ്യുന്നുമില്ല എങ്കിലും നിങ്ങളെ പോറ്റുന്നു തമ്പുരാനല്ലലില്ലാതെ എന്നും ആകാശപ്പറവകളെ കർത്താവിനരുമകളെ ഒരുന്നോ പൊൻകതിർ കൊയ്യാൻ പാടത്ത് പാട്ടായേ ചേരുന്നോ ചേലാണെ കാണാൻ പാടത്ത് കൊയ്ത്തായേ
ക്രൈസ്തവ ധർമ്മ പതാകയതേന്തി സ്നേഹത്തിൻ പുതുകാഹളമോതി മോചകനേശുവിനണികളിലുണരും ശക്തി തരംഗം KCYM യുവശക്തി. ഇത് യുഗശക്തി. വചനത്തിലൂടെ വിമോചനത്തിലേക്ക് എന്ന മുദ്രാവാക്യം നെഞ്ചിലേറ്റി വചനമായ ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് വാളേരി യുവജന കൂട്ടായ്മയെ KCYM വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വാളേരി ഒരു സ്വതന്ത്ര ഇടവകയാകുന്നതിന് മുമ്പ് തന്നെ മറ്റ് സംഘടനകളോടൊപ്പം KCYM യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചു. ഇടവകയിലെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം KCYM സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വാളേരി ഇടവകയുടെ നെടുന്തൂണായി നിന്ന് ഇടവകയുടെ വളർച്ചയിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ യുവജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. വാളേരിയിലെ സാമൂഹിക പ്രശ്നങ്ങളിൽ KCYM അംഗങ്ങൾ സജീവമായി ഇടപെടുന്നു. ഗതാഗത പ്രശ്നം വാളേരിയിൽ രൂക്ഷമായ സാഹചര്യത്തിൽ KCYMന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരിക്കുകയും അധികാരികൾക്ക് നിവേദനം നൽകുകയും ചെയ്തു. വിഷരഹിത പച്ചക്കറി എന്ന ആശയം മുൻനിർത്തി KCYMന്റെ നേതൃത്വത്തിൽ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. KCYMന്റെ വാർത്തകൾ അറിയുക എന്ന ലക്ഷ്യത്തോടുകൂടി ദേവാലയ അങ്കണത്തിൽ നോട്ടീസ് ബോർഡ് സ്ഥാപിച്ചു. KCYMന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണാഘോഷം എല്ലാ ഇടവക ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സമുചിതമായി ആഘോഷിച്ചു. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഓണാഘോഷം ഇടവക കൂട്ടായ്മയ്ക്ക് വേറിട്ടൊരു അനുഭവമായിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത മുൻനിർത്തി KCYMന്റെ നേതൃത്വത്തിൽ ദേവാലയ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് യുവജനങ്ങൾ മാതൃകയായി. വാളേരി ഇടവകയുടെ ആരംഭം മുതൽ പുൽക്കൂട് നിർമ്മാണവും അതോടൊപ്പം തന്നെ ഉയർപ്പുഞാറിനോടനുബന്ധിച്ചുള്ള കല്ലറ നിർമ്മാണവും യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് നടത്തിവരുന്നത്. യുവജനങ്ങൾ അണിയിച്ചൊരുക്കിയ പുൽക്കൂട് പ്രാദേശിക മാധ്യമങ്ങളിൽ വരെ ശ്രദ്ധയാകർഷിക്കപ്പെട്ടു. മേഖലാ രൂപത സംസ്ഥാന തലങ്ങളിൽ നടത്തപ്പെടുന്ന കലാകായിക മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ വാളേരി KCYM യൂണിറ്റിന് സാധിച്ചു. കഴിഞ്ഞ 2 വർഷമായി കല്ലോടി മേഖലയിൽ നടത്തിവരുന്ന കലാകായിക മത്സരങ്ങളിൽ 2ാം സ്ഥാനത്തെത്തുവാൻ വാളേരി KCYM യൂണിറ്റിന് സാധിച്ചു. ഇത് വളരെ വലിയൊരു നേട്ടമായി കരുതുന്നു. യുവജന ദിനത്തിൽ എല്ലാ യുവജനങ്ങളെയും അണിചേർത്ത് ദിവ്യബലി അർപ്പിക്കുകയും കാഴ്ച സമർപ്പണം നടത്തുകയും ചെയ്തു വരുന്നു. അന്നേ ദിവസം യുവജനങ്ങൾക്കായി പ്രത്യേക പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും യുവജനങ്ങൾക്കായി സ്നേഹവിരുന്നൊരുക്കുകയും ചെയ്തു വരുന്നു. ദുഃഖ ശനിയാഴ്ച എല്ലാ യുവജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുകയും അതിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരും പുറത്ത് പഠിക്കുന്നവരും പുറത്ത് ജോലി ചെയ്യുന്നവരും അടക്കം 60ഓളം യുവജനങ്ങൾ പങ്കെടുത്തു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എന്ന യേശുനാഥൻ്റെ വചനം പിഞ്ചെന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്രിസ്മസ്, ഈസ്റ്റർ ദിനങ്ങളിൽ മരിയ ഭവനിലെ അന്തേവാസികൾക്ക് ഇടവകയിൽ നിന്നും ശേഖരിച്ച പൊതിച്ചോറ് നൽകാൻ മാതൃവേദിയോടൊപ്പം യുവജനങ്ങളും സഹകരിച്ചു. അവരോടൊപ്പം ചെലവഴിച്ച ഓരോ നിമിഷവും യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വേറിട്ട അനുഭവമായിരുന്നു. കല്ലോടി മേഖലയുടെ നേതൃത്വത്തിൽ നടന്ന രക്തദാന ക്യാമ്പിൽ യുവജനങ്ങൾ പങ്കെടുക്കുകയും രക്തം ദാനം ചെയ്യുകയും ചെയ്തു. കത്തോലിക്ക സഭ കരുണയുടെ വർഷം ആചരിച്ച വേളയിൽ ദേവാലയത്തിൽ കരുണപ്പെട്ടി സ്ഥാപിക്കുകയും ലഭിച്ച സാധനങ്ങൾ അനാഥാലയങ്ങളിൽ നൽകുകയും ചെയ്തു. യുവജനങ്ങളെ ആത്മീയതയിലേക്ക് വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ബഹുമാനപ്പെട്ട ജെ സച്ചിൻ്റെ നേതൃത്വത്തിൽ യുവജന ധ്യാനങ്ങൾ നടത്തിവരുന്നു. ഇതിനെ തുടർച്ചയായി എല്ലാ 2ാം ശനിയാഴ്ചകളിലും പ്രാർത്ഥന കൂട്ടായ്മ നടത്തിവരുന്നു. ഇടവകയിലെ ജാഗരണ പ്രാർത്ഥനകളിലും മറ്റ് ആരാധനകളിലും യുവജനങ്ങൾ വളരെ സജീവമായി പങ്കെടുക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി KCYM വാളേരി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. നേത്രപരിശോധന, കായിക പരിശീലനം, യുവജന ധ്യാനങ്ങൾ എന്നിവയാണ് ഈ കൊല്ലത്തെ ഞങ്ങളുടെ പ്രോഗ്രാമുകളിൽ മുൻപന്തിയിലുള്ളത്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ഞങ്ങളുടെ ഇടവകയെ ഞങ്ങൾ ഓർക്കുന്നു. സത്രം സൂക്ഷിപ്പുകാരനെ ഇതുവരെയും കണ്ടില്ലല്ലോ. എവിടെ പോയതായിരിക്കും? പ്രഭാതത്തിലെ യാത്ര തിരിച്ചു. ആരോടും ഒന്നും പറയാതെയാണ് ഇറങ്ങി തിരിച്ചത്. എനിക്കറിയാം. ആകുലതയേറിയ മനസ്സാണ് അദ്ദേഹത്തിൻ്റെത്. ഉണ്ടായിരുന്നതെല്ലാം ഒന്നൊന്നായി ചിലവഴിച്ചത് നമുക്ക് വേണ്ടിയായിരുന്നു, നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയായിരുന്നു. ഇനിയും വറ്റിപ്പോകാത്ത നന്മയുടെ ഉറവ ഞാൻ കണ്ടെത്തിയത് ഈ സത്രം സൂക്ഷിപ്പുകാരിലായിരുന്നു. അനാഥത്വത്തിൻ്റെ ആകുലതകളൊന്നും അറിയിക്കാതെ അച്ഛനായി, അമ്മയായി, ജ്യേഷ്ഠനായി,
അങ്ങനെയെല്ലാമായിരുന്നു അദ്ദേഹം. ഇന്നിപ്പോൾ ഇല്ലായ്മയുടെ നേർക്കയത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോഴും നമ്മളെ ഒന്നും അറിയിച്ചില്ല. ജെറീക്കോയിലേക്കുള്ള യാത്രാമധ്യേ നെഞ്ചോട് ചേർത്ത് പിടിച്ച എൻ്റെ സമ്പാദ്യം മുഴുവൻ ആ കള്ളന്മാർ കവർന്നെടുത്ത് ജീവൻ്റെ അല്പം തുടിപ്പ് മാത്രം ബാക്കി തന്ന് അവർ കടന്നു കളഞ്ഞപ്പോൾ അതിലേ കടന്നുപോയ പുരോഹിതനെയും ലേവായനെയും പാതി മയക്കത്തിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമരായൻ ആദ്യം അല്പം ഭയത്തോടും പിന്നെ കരുണയോടും എൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി ഇവിടെ എത്തിച്ചിട്ട് എത്രയോ നാളുകൾ. അതെ, ആറ്റുനോറ്റുണ്ടായ അരുമസന്തതിയാൽ ആട്ടിയകറ്റപ്പെട്ട മാതൃത്വത്തിനു മുമ്പിൽ ഞാനും എന്നോ അനാഥമായപ്പോൾ എനിക്കും തുണയായത് ഈ വലിയ മനുഷ്യനായിരുന്നു. നിറദീപവുമായി കടന്നു വന്ന് കുടുംബത്തിന്റെ പ്രകാശമാകേണ്ടവൾ നരകത്തിന്റെ തീക്കനലുകൾ എന്റെ കുടുംബത്തിലേക്ക് വാരി വിതറിയപ്പോൾ ആ നരകാഗ്നിയിൽ വെന്ത് വെണ്ണീറായത് എന്റെ കുടുംബമായിരുന്നു. പടുത്തുയർത്തിയ സ്വപ്ന സൗധമായിരുന്നു. തെരുവിന്റെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട എനിക്ക് അവിടെയും തുണയായത് ഈ വലിയ മനുഷ്യന്റെ വാത്സല്യമായിരുന്നു. അതെ, ഞങ്ങൾക്ക് വേണ്ടി അയാൾ എല്ലാം ത്യജിക്കുകയായിരുന്നു. എനിക്കുമുണ്ടൊരു കഥ പറയാൻ. ഈ വിരലിൽ മുഖ്യ മഷി ഒരു പത്രക്കടലാസിന്റെ അടിയിൽ പതിപ്പിച്ചപ്പോൾ എന്റെ മക്കൾ അറുത്തു കളഞ്ഞത് ഒരു മനുഷ്യായുസിന്റെ പുക്കിൾ കൂടി ബന്ധമായിരുന്നു. പിന്നെ ഞാനൊരു ഭ്രാന്തിയായി മാറി. അല്ല, അവർ എന്നെ ഒരു ഭ്രാന്തിയാക്കി മാറ്റി. കരുണ പറ്റിയ ഊഷരഭൂമി ഞാൻ അലഞ്ഞു. ആരുടെയെങ്കിലും കൺകോളുകളിലെങ്കിലും കരുണാകടാക്ഷത്തിന്റെ നെയ്ത്തിരിവട്ടം കണ്ടെത്താൻ എല്ലാവരും എന്നെ അപ്പോൾ വിളിച്ചത് ഭ്രാന്തി എന്നായിരുന്നു. എനിക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് ഭ്രാന്തുണ്ടോ? ഇവിടെ നമുക്ക് സ്നേഹം കിട്ടുന്നില്ലേ? വാത്സല്യത്തിന്റെ പാലമൃത് ആവോളം നമ്മൾ നുകരുന്നില്ലേ? ഈ വലിയ മനുഷ്യന്റെ കാരുണ്യത്തണലിൽ നമ്മൾ മതിമറന്നുറങ്ങുന്നില്ലേ? എനിക്ക് വിശക്കുന്നു. എനിക്ക് എന്താ ആരും ഒന്നും തരാതെ? എനിക്ക് വിശക്കുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ വിശപ്പടക്കാൻ സത്രം സൂക്ഷിപ്പുകാരൻ അയാളുടെ സമ്പാദ്യത്തിന്റെ അവസാന ചില്ലി പോലും ചെലവാക്കി ഇപ്പോൾ അയാൾ അലയുകയായിരിക്കും. വരും, ആ നല്ല മനുഷ്യൻ ഇപ്പോൾ വരും. നമുക്ക് വേണ്ടത് കൊണ്ടുവരും. എനിക്ക് വിശക്കുന്നു. എനിക്ക് ഇവരാരും ഒന്നും തന്നില്ല. ക്ഷമിക്കണം കൂട്ടുകാരെ, എൻ്റെ സമ്പാദ്യമെല്ലാം തീർന്നു. ഞാൻ അലയുകയായിരുന്നു, നമുക്ക് വേണ്ടി എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ലഭിക്കാൻ. അലച്ചിലിനൊടുവിൽ കരുണയുടെ ഒരു മുഖം ഞാൻ കണ്ടെത്തി. നമുക്ക് ആവശ്യമുള്ളത് കിട്ടി. കൂട്ടുകാരെ, ഇനി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല. അങ്ങ് എവിടെ പോവാ? അങ്ങില്ലാതെ ഞങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കാൻ? ഇല്ല, ഞങ്ങൾക്കത് ഓർക്കാൻ കൂടി സാധിക്കില്ല. ഞങ്ങൾ പോകാം. ഞങ്ങളൊക്കെ വന്നു കയറിയവരല്ലേ. അങ്ങല്ലേ ഈ സത്രത്തിന്റെ ഉടമ. ശരിയാണ്, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇനിയും ഈ സത്രത്തിൻ്റെ വാതിലുകൾ തുറന്ന് തന്നെ കിടക്കണം. അനാഥരും ആലംബഹീനരുമായവരെ ഈ സ്നേഹമന്ദിരത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. എനിക്ക് വിശക്കുന്നു. ഇനിയുള്ള കാലം നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
അതെ, ഈ സത്രത്തിൽ ഞങ്ങൾ ഞാൻ തന്ന സ്നേഹം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അങ്ങ് എവിടെ പോവാ? നമ്മുടെ ജീവിതാന്നത്തിനായി ഓരോ പടിവാതിലും കയറിയപ്പോൾ മനസ്സിൽ പ്രതീക്ഷയുണ്ടായിരുന്നു, എന്തെങ്കിലും ലഭിക്കുമെന്ന്. പക്ഷേ ഇന്നലെ വരെ സ്നേഹിതരായിരുന്നവർ പോലും എൻ്റെ നീട്ടിയ കൈകൾക്ക് മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ ഞാൻ നിരാശനായില്ല, അലയുകയായിരുന്നു പ്രതീക്ഷയോടെ. അവസാനം ഒരു വലിയ മനുഷ്യൻ എന്നെ സഹായിച്ചു. എനിക്ക് നിറയെ പണം തന്നു, കൈ നിറയെ പണം തന്നു. കണ്ടോ, നമുക്ക് ആവശ്യമുള്ളത് അത്രയും ഇതിലുണ്ട്. എന്നാ അയാൾക്കും ഭ്രാന്ത, വെറുതെ പണം തന്നില്ലേ, എന്നെ പോലെ തന്നെ. അല്ല, നല്ല മനുഷ്യനാ. പകരം എന്നോടൊന്ന് അയാൾ ആവശ്യപ്പെട്ടു. ഇനിയുള്ള കാലം എൻ്റെ സ്നേഹവും കരുതലും അയാൾക്ക് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ അയാളോടൊപ്പം പോവുകയാണ്. അങ്ങയെ തന്നെ വിറ്റു അല്ലേ? എൻ്റെ യജമാനൻ ഇപ്പോൾ തന്നെ എന്നെ കൂട്ടാൻ വരും. ഇനി എൻ്റെ പാത നിങ്ങൾ തുടരണം. ഇതാ എൻ്റെ യജമാനൻ എത്തി. ഞാൻ അദ്ദേഹത്തോടൊപ്പം പോട്ടെ. മകനെ, ഞാൻ നിന്നെ ഏൽപ്പിച്ച ആത്മാവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചു. ആ മനുഷ്യനെ നിന്നെ ഏൽപ്പിച്ചപ്പോൾ മുതൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. നിന്റെ ഉയർച്ചയിലും വീഴ്ചയിലുമെല്ലാം നിന്റെ ഓരോ പദചലനത്തോടൊപ്പം എൻ്റെ കുരിശ് ചുമന്ന് ഞാനും ഉണ്ടായിരുന്നു. നിന്റെ വീഴ്ചയിൽ ഞാൻ നിന്നെ താങ്ങി, നിന്റെ തളർച്ചയിൽ ഞാൻ നിനക്ക് തണലേകി. നീ അറിയാം. ദൈവമേ, അതെ, കാരുണ്യത്തിന്റെ മൂർത്തിഭാവമായി ഞാൻ നിന്നെ അഭിഷിക്തനാക്കി. അതിന്റെ അടയാളമായിട്ടായിരുന്നു ഞാൻ നിനക്ക് തന്ന 2 ദിനാർ. എന്റെ കുരിശിന്റെ പാത നീ സന്തോഷപൂർവ്വം ഏറ്റെടുത്തു, പരസ്പരം പങ്കുവെച്ചു. ഞാൻ തന്ന കൽപ്പനയും മറ്റൊന്നായിരുന്നില്ല. ഇനിയും അങ്ങനെ പരീക്ഷിക്കരുത്. ഇനിയും നിങ്ങൾ തുടരണം. മറ്റുള്ളവർ കത്താണിയായി കരുണയുടെ വാതിൽ തുറന്നിട്ട് നിങ്ങൾ കാത്തിരിക്കണം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ